കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഒന്ന് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ എടുത്തു, രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് യൂറിൻ എടുത്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത് കോമ്പോസിഷൻ ഓഫ് യൂറിൻ ആണ് എടുക്കുന്നത്. വാട്ട് ഈസ് എ നോർമൽ കോമ്പോസിഷൻ ഓഫ് യൂറിൻ ആസ് വെൽ ആസ് ദ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് യൂറിൻ. ചില സാഹചര്യത്തിൽ യൂറിനിൽ വേറെ സബ്സ്റ്റൻസ് ഒക്കെ ഫോം ചെയ്യുന്ന അവസ്ഥകൾ വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ നോർമൽ കോമ്പോസിഷൻ ഓഫ് ദ യൂറിൻ. ഇപ്പൊ യൂറിൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മെജോറിറ്റിയും വാട്ടറാണ്. ഒരു 96% ഓഫ് യൂറിനും വാട്ടർ തന്നെയാണ്. നമ്മൾ സാധാരണ ഫ്രഷ് വാട്ടർ ഫിഷസ്, ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന അനിമൽസിനെ സംബന്ധിച്ച് ദേ ആർ സെക്രീറ്റിംഗ് ഒരു ഡൈല്യൂട്ട് ആയിട്ടുള്ള യൂറിൻ, എസ്പെഷ്യലി ഫ്രഷ് വാട്ടർ ഫിഷസ്. അങ്ങനെയുള്ള ആനിമൽസിനൊക്കെ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു യൂറിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം സീ വാട്ടറിൽ, മറൈൻ വാട്ടറിൽ ജീവിക്കുന്ന അനിമൽസിനെ സംബന്ധിച്ച് ദേ ആർ പ്രൊഡ്യൂസിങ് കമ്പാരിറ്റീവ്ലി മോർ കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഇപ്പൊ ഷാർക്ക് പോലുള്ളത് സീ വാട്ടറിൽ ജീവിക്കുന്നത് ദേ ആർ സെക്രീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഇനി ലാൻഡ് അനിമൽസിലേക്ക് വരുമ്പോൾ they are secreting still more concentrated, highly concentrated urine ആണ് ലാൻഡ് അനിമൽസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് കാരണം ലാൻഡ് അനിമൽസിനെ സംബന്ധിച്ച് ഒരു ഫ്രഷ് വാട്ടറിന്റെ ഒരു ഡെഫിഷ്യൻസി, അവൈലബിലിറ്റി വളരെ കുറവാണ്. സോ ടു ഓവർകം ദാറ്റ് ദേ ആർ റെഡ്യൂസിങ് ദ ലോസ് ഓഫ് വാട്ടർ ആസ് മച്ച് ആസ് പോസിബിൾ. ഇങ്ങനെയാണ് പൊതുവെ ഒരു യൂറിന്റെ ഒരു രീതി. ഇനി നമുക്ക് വി വിൽ സീ വാട്ട് ആർ ദ നോർമൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ യൂറിൻ. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് സ്ലൈഡ് കാണാമായിരിക്കും. നമ്മളൊരു യൂറിൻ എടുത്തു കഴിഞ്ഞാൽ ആ യൂറിനിൽ ഏകദേശം ഒരു 1500 തൊട്ട് 200 ml ആണ് ഒരു പെർ ഡേ ഒരു മനുഷ്യൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു 6-7 തവണയുള്ള യൂറിനേഷൻ വഴി ഒരു നോർമൽ പേഴ്സന്റെ സെക്രീഷൻ. അതായത് ഒരു 1.5 ലിറ്റർ ടു 2 ലിറ്റർ അല്ലെങ്കിൽ 2000 ml. ദാറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂറിൻ പ്രൊഡ്യൂസ്ഡ് ബൈ വൺ പേഴ്സൺ. അതാണ് ഒരു ഡെയിലി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ദിവസം ഏതാണ്ട് ഇത്രയും ആണ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇത് പല ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബേസിക്കലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്, ഹൗ മച്ച് എമൗണ്ട് ഓഫ് വാട്ടർ വി ആർ ടേക്കിംഗ്. ഇഫ് യു ആർ ടേക്കിംഗ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ, ദാറ്റ് മീൻസ് വി വിൽ ബി സെക്രീറ്റിംഗ് മോർ എമൗണ്ട്, വി വിൽ ബി റിലീസിംഗ് മോർ എമൗണ്ട് ഓഫ് യൂറിൻ. ഉദാഹരണമായിട്ട് നമ്മള് മഴക്കാലമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇവാപറേഷന്റെ റേറ്റ് വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. കാരണം ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്വെറ്റിംഗ് ഓർ ഇവാപറേഷൻ ഈസ് വെരി മച്ച് റെഡ്യൂസ്ഡ്. സോ ഇൻ സച്ച് സിറ്റുവേഷൻ the body will be producing more amount of urine. അതേസമയം if we go to the summer season, during summer season what happens is that we will be losing lot of water for sweat. സ്വെറ്റിൽ കൂടി കുറെ അധികം വെള്ളം പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമ്മർ സീസണിൽ അതുകൊണ്ട് ലോസ് ഓഫ് ബോഡി വാട്ടർ വളരെ കൂടുതലാണ്. So to overcome the excess loss of body water, our body will be reducing the output of urine. Urine output കുറയും. അപ്പൊ ഇങ്ങനെ സമ്മറിലും വിന്ററിലും അല്ലെങ്കിൽ റെയിനി സീസൺ ഒക്കെ നമ്മൾ എടുത്ത് നമ്മുടെ കഴിഞ്ഞ റെയിനി സീസൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ സമ്മർ ടൈമിൽ ലെസർ എമൗണ്ട് ഓഫ് യൂറിൻ ഔട്ട്പുട്ടും റെയിനി സീസൺ വിന്റർ ടൈമിൽ മോർ എമൗണ്ട് ഓഫ് യൂറിൻ ഔട്ട്പുട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബേസിക് ആയിട്ട് ഒരു യൂറിന്റെ ഒരു യൂറിൻ ഔട്ട്പുട്ടും ഒരു ഡെയിലി ഫ്ലൂയിഡ് ഇൻടേക്കും സീസണുമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ. മറ്റൊരു ഫാക്ടറാണ് പ്രോട്ടീൻ ഇൻടേക്ക്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഹയർ ഈസ് ദ പ്രോട്ടീൻ ഇൻടേക്ക്. ഉദാഹരണമായിട്ട് എഗ് പ്രോട്ടീൻ ആണ്, മീറ്റ്, ഫിഷ്, ഇതിലൊക്കെ ലെഗ്യൂംസ്, ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ there will be higher production of urine. യൂറിൻ ഔട്ട്പുട്ട് വളരെയധികം കൂടും. ഇങ്ങനെയാണ് നമ്മളൊരു യൂറിൻ ഔട്ട്പുട്ടിനെ സ്വാധീനിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ. അപ്പോൾ ഇനി വേറൊരു ഫാക്ടർ ഹയർ ഈസ് ദ യൂറിയ പ്രൊഡക്ഷൻ.
ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ ഇൻടേക്ക് കൂടുന്തോറും നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നു. ഈ പ്രോട്ടീൻസിൽ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നത് എന്താണ്? നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയയും നമ്മുടെ അമോണിയയിൽ നിന്ന് ഉണ്ടാവുന്ന യൂറിയയും എല്ലാം വളരെ കൂടുതലായിരിക്കും. സോ ഇഫ് യു ആർ ടേക്കിംഗ് മോർ amount of nitrogen containing substance like protein, our body will be producing more amount of urine. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് യൂറിൻ എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈമറി ഫാക്ടർ ഈസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ വി ആർ ടേക്കിംഗ്, and then the amount of proteins we are consuming, then the season or the environmental temperature. All these factors will be determining how much amount of urine our body is producing. ഇതാണ് യൂറിൻ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ പറയാനുള്ളത്. The next factor is the color of the urine. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം യൂറിൻ എപ്പോഴും ഒരു പെയിൽ ആംബർ കളർ എന്നാണ് പറയണം. ആംബർ എന്ന വാക്കിനർത്ഥം മരക്കറ എന്നാണ്. റെസിൻ, നിങ്ങൾ മരത്തിന്റെ പശയൊക്കെ കണ്ടിട്ടുണ്ടാവും, മരത്തിൽ നിന്നെല്ലാം ഊരി വരുന്ന മരക്കറ അല്ലെങ്കിൽ പശ, അതിനാണ് റെസിൻ എന്ന് പറയുന്നത്. ആ റെസിന്റെ ഒരു കളറാണ് എന്താണ് ഈ യൂറിന്റെ ഒരു കളർ. അതൊരു പെയിൽ യെല്ലോയിഷ് കളർ അല്ലെങ്കിൽ പെയിൽ ആംബർ കളർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ ആംബർ ഈ ഒരു കളർ വരാനുള്ള കാരണം? there is a pigment called urochrome. യൂറോക്രോം എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. ഈ യൂറോക്രോം എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് യൂറിന് ആ ഒരു പെയിൽ യെല്ലോയിഷ് കളർ വരുന്നത്. സോ the reason that is responsible for the pale yellowish color of the urine is because of the presence of urochrome. Now from where we are the urochrome comes to the urine. Urochrome വരുന്നത് ബേസിക്കലി ഹിമോഗ്ലോബിന്റെ ഒരു ഹിമോഗ്ലോബിൻ നശിഞ്ഞു പോകുമ്പോൾ ആ നശിഞ്ഞു പോകുന്ന ഹിമോഗ്ലോബിൻ നിന്ന് ഡെഡ് ആയിട്ടുള്ള ഹിമോഗ്ലോബിൻ നിന്ന് ഫോം ചെയ്യപ്പെടുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ യൂറോക്രോം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹിമോഗ്ലോബിൻ നിന്ന് തന്നെയാണ് ഈ യൂറോക്രോം എന്ന് പറഞ്ഞ ഈ ഒരു പിഗ്മെന്റ് ഫോം ചെയ്തത്. ആൻഡ് യൂറോക്രോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ യൂറിൻ. ഇതാണ് യൂറോക്രോമിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ഇത്രയാണ് നമ്മൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് വി ഹാവ് ഓൾറെഡി സീൻ വാട്ട് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ യൂറിൻ, ദെൻ കളർ ഓഫ് ദ യൂറിൻ. Now we have to examine few more characteristics. Specific gravity. Specific gravity എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയിട്ട് it varies from 1.01 to 1.025 എന്ന് വെച്ച്, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ റിലേറ്റീവ് വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വെള്ളവും യൂറിനും നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിന്റെ വെയിറ്റ് കൂടുതലാണ്. യൂറിന്റെ വെയിറ്റ് വെള്ളത്തിന്റെ വെയിറ്റിനെ കാട്ടാൻ സ്ലൈറ്റ്ലി കൂടുതലാണ്. അതായത് വെയിറ്റിനെ കാട്ടാൻ 1 ആണ് വെള്ളത്തിന്റെ വെയിറ്റ് എങ്കിൽ യൂറിന്റെ വെയിറ്റ് 1.01 to 1.025 ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളവും യൂറിനും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ എപ്പോഴും വെള്ളത്തിന്റെ താഴെയായിരിക്കും. കാരണം ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി മോർ ഹെവിയർ ദാൻ വാട്ടർ. അതാണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ബോട്ടെല്ലാം കണ്ടിട്ടുണ്ടാവും. ബോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, ബോട്ടിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിക്കാരെ കുറവായതുകൊണ്ടാണ്. 1-നെക്കാട്ടും കുറവാണ്. 1 ആണ് വെള്ളത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. Any object that has a specific gravity less than 1 will be floating on the surface of water. Any object that has a specific gravity more than 1 will be sinking in water. ഇതാണ് ബേസിക് ആയിട്ട് ഇത്. അതുകൊണ്ടാണ് ഈ ബോട്ടെല്ലാം പണിയുമ്പോൾ പരമാവധി വലുതാക്കി പണിയുന്നത്. ഷിപ്പ് എല്ലാം പണിയുമ്പോൾ എത്രയും വലുത്, കാരണം ആ വലിപ്പം കൂടുന്തോറും അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ എമൗണ്ട് പോകും. അങ്ങനെ വരുമ്പോഴേക്കും സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. ഇതൊക്കെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയും യൂറിനുമായിട്ടൊക്കെ ബന്ധം. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി യൂറിനെ സംബന്ധിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് മോർ ദാൻ 1. ഇത് നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ബാത്റൂമിലും ടോയ്ലറ്റിലൊക്കെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെള്ളത്തെക്കാട്ടും കൂടുതലായതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളമായിരിക്കും യൂറിന്റെ മുകളിൽ വന്നിരിക്കുന്നത്. അതേസമയം
അപ്പൊ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വെള്ളത്തെക്കാൾ കുറവായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എപ്പോഴും എന്തുമാത്രം വെള്ളം ഒഴിച്ചാലും ടോപ്പ് ലെയറിന്റെ യൂറിൻ തന്നെ പോകും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഓവർകം ആവും നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാവാത്തതിന് കാരണം വെള്ളത്തെക്കാട്ടും കട്ടിയാണ് അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ ഒരു വസ്തുവാണ് യൂറിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് സിങ്കിങ് ബിലോ ദ വാട്ടർ. അപ്പൊ ഇതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മുടെ ഡെയിലി ലൈഫിൽ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. സിൻസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ഈസ് മോർ, ഇറ്റ് വിൽ ബി ഓൾവേസ് സിങ്കിങ് ബിലോ ദ വാട്ടർ. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ആണ് യൂറിനോമീറ്റർ. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യൂറിനോമീറ്റർ we can measure how much amount of water it will be. Water will be what is the specific gravity of the urine. Urine specific gravity measure ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂറിനോമീറ്റർ. ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് റിയാക്ഷൻ. നമ്മൾ റിയാക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ യൂറിൻ ഈസ് സ്ലൈറ്റ്ലി അസിഡിക് എന്നാണ് പറയുന്നത്. ആവറേജ് pH of 6. ഒരു നോർമൽ pH എന്ന് പറയുന്നത്, ഒരു നോർമൽ ന്യൂട്രൽ pH എന്ന് പറയുന്നത് 7 ആണ്. നമ്മൾ മിക്കവാറും നമ്മൾ കഴിക്കുന്ന വെള്ളത്തിന്റെ ഒക്കെ pH അറൌണ്ട് 7 ആണ്, സ്ലൈറ്റ്ലി മോർ ദാൻ 7 ആണ്. അപ്പൊ യൂറിന്റെ കേസിൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ആസിഡിക്. ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതിന് കാരണം അത് പ്രധാനമായും യൂറിക് ആസിഡിന്റെ ഒരു പ്രസൻസ് യൂറിനിലുള്ളതുകൊണ്ടാണ്. അപ്പൊ യൂറിക് ആസിഡ് ആണ് ഈ യൂറിന് ആ ഒരു സ്ലൈറ്റ് അസിഡിക് നേച്ചർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പൊ ഈ ഇങ്ങനെ ബോഡിയെ സംബന്ധിച്ചും ഈ സ്ലൈറ്റ്ലി അസിഡിക് ആയതുകൊണ്ട് അവിടെ പല ബാക്ടീരിയയും സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ഒരു അസിഡിക് എൻവയൺമെന്റ് ബോഡി പർപ്പസ്ഫുള്ളി കൊടുത്തിരിക്കുന്നതാണ് ടു റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇൻ ദോസ് ഓർഗൻസ് വിച്ച് ആർ പ്രൊഡ്യൂസിങ് യൂറിൻ. യൂറിനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന യൂറിനറി സിസ്റ്റത്തിലൊക്കെ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ അസിഡിക് നേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു pH ഒരു 6 അറൌണ്ട് 6 അവിടെ കൊടുത്തിരിക്കുന്നതിന് കാരണം. ഇതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മറ്റൊരു ഫീച്ചർ. Then the next one is about the smell of the urine. Going to the smell of the urine എടുത്തു കഴിഞ്ഞാൽ it has a faint anamalic odor. Anamalic odor എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രത്യേക സ്മെല്ല് യൂറിന് വരാനുള്ള കാരണം is because of the presence of a chemical substance known as urinol. എനിക്കറിയാം, ഒരു ഫ്രഷ് ആയിട്ട് ഒരാൾ പാസ് ചെയ്ത യൂറിൻ എടുത്തു വെച്ചാൽ അതിന്റെ സ്മെല്ലും കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. നോർമൽ യൂറിന്റെ സ്മെല്ലിന് കാരണമായിട്ട് വരുന്നത് യൂറിനോഡ് എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ആണ്. ഈ യൂറിനോഡ് ചില സാഹചര്യത്തിൽ ബാക്ടീരിയൽ ഡികമ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ടീരിയ അതിനെ ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഈ യൂറിനോഡിനെ അമോണിയ ആയിട്ട് മാറും. അതായത് യൂറിയയില് മെയിൻ ആയിട്ട് സ്മെല്ല് ഉണ്ടാക്കുന്നത് യൂറിനോഡാണ്. അതാണ് നോർമൽ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫോംഡ് യൂറിന്റെ സ്മെല്ല്. അതേസമയം നമ്മൾ ബാത്റൂമിലും ടോയ്ലറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സ്മെല്ല് യൂറിനോഡിന്റെ സ്മെല്ലല്ല, അത് അമോണിയയുടെ സ്മെല്ലാണ്. കാരണം കുറെ നേരം ഈ യൂറിൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ബാക്ടീരിയ യൂറിനിലുള്ള യൂറിയയിൽ ആക്ട് ചെയ്ത് ആ യൂറിയനെ അമോണിയ ആയിട്ട് മാറ്റും. ഈ അമോണിയയുടെ സ്മെല്ലാണ് പലപ്പോഴും നമുക്ക് ടോയ്ലറ്റിൽ നിന്നെല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ് ടോയ്ലറ്റ് എല്ലാം കൃത്യമായിട്ട് വാഷ് ചെയ്യണം എന്നും ഇത് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തിരി നമ്മൾ പുറകിലാണ്. അതേസമയം പല ഇന്ത്യ വിട്ടുള്ള ഏത് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ പോയാൽ നോക്കിക്കോ, അവർ ബാത്റൂംസും ടോയ്ലറ്റൊക്കെ ഹൈലി ക്ലീൻ ആയിട്ട് തന്നെയാണ്. അത് പബ്ലിക് ആയാലും പ്രൈവറ്റ് വീട്ടിലെ ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻസ് ഇനിയും കുറെ അധികം ഇംപ്രൂവ് ചെയ്യാൻ നമുക്കുണ്ട്. പലപ്പോഴും നമ്മുടെ രാജ്യത്തെ കുറിച്ചൊക്കെ മോശമായിട്ട് വിദേശികൾ ചിന്തിക്കുന്നതിനൊക്കെ കാരണം നമ്മൾ ഈ പബ്ലിക് പ്ലേസസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതൊരു ഇതാണ്. ഇപ്പൊ യൂറിന്റെ സ്മെല്ലിന്റെ കാരണം ഇതാണ്. ദ സ്മെൽ ഓഫ് ദ യൂറിൻ is actually caused by the urinode, but the bad smell that is coming out from the toilet is mainly because of ammonia, which is formed as a result of degradation of urea into ammonia. ഇത്രയാണ് നമ്മൾ ഇതിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്
യൂറിനെ കുറിച്ച്. അപ്പൊ യൂറിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കെമിക്കൽ കോമ്പോസിഷനിലോട്ട് വരാം. കെമിക്കൽ കോമ്പോസിഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഇനി കെമിക്കൽ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ കെമിക്കൽ കോമ്പോസിഷനിൽ യൂറിയയിൽ കാണുന്നത് പ്രധാനമായിട്ടും യൂറിൻ ഈസ് മെയിൻലി ഫോംഡ് ഓഫ് വാട്ടർ, യൂറിയ ആൻഡ് സോഡിയം ക്ലോറൈഡ്. ഏകദേശം ഒരു 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 അഡൽട്ടിന്റെ ഒരു കണക്ക് വെച്ച് നമ്മൾ 100 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യൂറിന്റെ കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ ഈ പറയുന്ന പോലെയായിരിക്കും. അതായത് ഏകദേശം ഒരു 100 അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നിയർലി ലെസ് ദാൻ 2 ലിറ്റർ ഓഫ് യൂറിൻ ആയിരിക്കും ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ യൂറിന്റെ 96% എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ ബാക്കി 4% മാത്രമേ ഉള്ളൂ എന്താണ് വെള്ളം സോളിഡ് ആയിട്ട് വരുന്നത്. സോ 96% ഓഫ് യൂറിൻ വിൽ ബി വാട്ടർ ആൻഡ് റിമൈനിങ് 4% ഇസ് ദ സോളിഡ്. ഈ സോളിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 4% ഓഫ് സോളിഡിന്റെ ഏകദേശം 50% അല്ലെങ്കിൽ 2% ആ 4% വരുന്നതിൽ 50% അല്ലെങ്കിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 2% യൂറിയയാണ്. ബാക്കി 2% ആണ് മറ്റുള്ള മെറ്റബോളിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് മെറ്റബോളിക് പ്രോഡക്ട്സ് ആയിട്ട് വരുന്നത് യൂറിക് ആസിഡ് വരുന്നുണ്ട്, ക്രിയേറ്റിൻ വരുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് വരുന്നുണ്ട്, ദെൻ പല സോൾട്ട് വരുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബൈകാർബണേറ്റ്, അങ്ങനെയുള്ള പല സോളിഡ് മെറ്റീരിയൽസും ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ സോളിഡ് ഏതെല്ലാം തരം സോളിഡ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് യൂറിയ വരുന്നുണ്ട്, ദെൻ സ്മോളർ അമൗണ്ട്സ് ഓഫ് യൂറിക് ആസിഡ്, ക്രിയേറ്റിൻ ഈസ് ദർ, ഇലക്ട്രോലൈറ്റ്സ് ദർ ആൻഡ് സെവറൽ സോൾട്ട്സ് ആർ ഓൾസോ ഫോംഡ്. ഈ രീതിയിലാണ് എന്താണ് ഈ കെമിക്കൽ കോമ്പോസിഷന്റെ ഒരു നേച്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് യൂറിയയാണ്. യൂറിയ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് വെച്ചാൽ ഈസ് ആക്ച്വലി an end product of protein metabolism. നമ്മൾ പറഞ്ഞ നൈട്രജൻ അടങ്ങിയ സബ്സ്റ്റൻസ് കഴിച്ചാൽ അത് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കും. പ്രോട്ടീന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആണ് ബേസിക്കലി യൂറിയ എന്ന് പറയുന്നത്. ഇനി യൂറിയ ഈസ് പ്രിപ്പയർഡ് ഫ്രം ഡീഅമിനേറ്റഡ് അമിനോ ആസിഡ്. ലിവറിലാണ് യൂറിയയുടെ ഫോർമേഷൻ നടക്കുന്നത്. അമിനോ ആസിഡിൽ നിന്ന് ഒരു അമിനോ ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് ഈ യൂറിയയുടെ ഒരു ഫോർമേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി റീച്ചിങ് ദ കിഡ്നി ത്രൂ ബ്ലഡ് സർക്കുലേഷൻ. നോർമലി ഒരു വ്യക്തിയുടെ നോർമൽ ഒരു യൂറിൻ എടുത്തു കഴിഞ്ഞാൽ നോർമൽ ബ്ലഡിലെ യൂറിന്റെ അളവ് എന്ന് പറയുന്നത് 100 ml അല്ലെങ്കിൽ ഒരു ഡെസിലിറ്റർ ഓഫ് യൂറിൻ. ഡെസിലിറ്റർ മീൻസ് 100 ml ആണ്. അതിൽ ഏകദേശം 20 to 40 milligram ഓഫ് യൂറിയ ഉണ്ടാവും. അതാണ് നോർമൽ ആയിട്ട് ഒരു വ്യക്തിയുടെ യൂറിന്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ യൂറിനിൽ ഇത്രയും അധികം ഇതാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ 2 കാര്യം കണ്ടു കഴിഞ്ഞു. വൺ ഈസ് അബൌട്ട് ദ total quantity of water present, that is 96%. 4% is the total amount of solid. Out of that, the principal solid material is the urea. Urea is formed up from the deaminated amino acid. ഇനി മറ്റുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായും വരുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഏകദേശം ഒരു 2 to 6 milligram ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേഡ്സ് പോലുള്ള അനിമൽസ് ആണ്. നിങ്ങൾ ബേഡ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ബേഡ്സിന്റെ ഒക്കെ ഐസ്ക്രീറ്ററി മേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർന്ന കാക്കയൊക്കെ കാട്ടിച്ചിടുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ഒരു വൈറ്റ് കളർന്ന മെറ്റീരിയൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ വൈറ്റിഷ് കളർ കാണിക്കുന്നത് യൂറിക് ആസിഡ് ആണ്. ബാക്കിയുള്ളതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വാട്ടറും മറ്റുള്ളതൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ യൂറിന്റെ കേസിലോട്ട് വരുമ്പോഴേക്കും അധികം എന്താണ് പറയാ ഒരു യൂറിക് ആസിഡിന്റെ ഇതില്ല. യൂറിയാണ് കുറച്ചുകൂടി കൂടുതലുള്ളത്. യൂറിക് ആസിഡ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഒരു ഹ്യൂമൻ യൂറിനിലുള്ളൂ. 2 to 6 milligram per deciliter ആണ് ഒരു വ്യക്തിയിൽ. എന്ന് വെച്ചാൽ പുറത്ത് നിങ്ങൾ നോക്കിയറിയാം, ഇതിന്റെ കേസ് 20 to 40 milligram ആണ് യൂറിയ. ആ യൂറിയ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
യൂറിക് ആസിഡ് വളരെ വളരെ കുറവേ ഉള്ളൂ, 2 to 6 milligram per 100 ml ആണ്. ഇനി അതിൽ 1.5 to 2 gram ആണ് ഡെയിലി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ യൂറിക് ആസിഡ് കണ്ടു കഴിഞ്ഞു. യൂറിക് ആസിഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം യൂറിക് ആസിഡ് പോലുള്ള ഒരു വസ്തുവാണ് എന്താണ് നമ്മളെ ക്രിയേറ്റിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മസിലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. +2 മസിലിനെ കുറിച്ച് പഠിക്കാം. മസിൽ അല്ലെങ്കിൽ ക്രിയേറ്റിൻ എന്ന് പറഞ്ഞൊരു ടേമും ചിലപ്പോൾ പഠനം. അവിടെ ഒരു ക്രിയേറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ ക്രിയേറ്റിൻ നിന്നാണ് അതിന്റെ ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ക്രിയേറ്റിനിൻ എന്ന് പറയുന്നത്. സോ ക്രിയേറ്റിൻ എന്ന് പറഞ്ഞ മസിൽ പ്രോട്ടീന്റെ ഒരു എൻ പ്രോഡക്റ്റ് ആണ്. അതിൽ നിന്ന് ഫോം ചെയ്ത് വരുന്ന ഒന്നാണ് ക്രിയേറ്റിനിൻ എന്ന് പറയുന്നത്. ദെൻ പ്യൂരിൻ ബോഡീസ്, ഓക്സലേറ്റ്സ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ആൻഡ് യൂറേറ്റ്, ഇതൊക്കെ ക്രിയേറ്റിനുമായിട്ട് അസോസിയേറ്റ് കിടക്കുന്ന മറ്റുള്ള മെറ്റബോളിക് പ്രോഡക്ട്സ് ആണ്. ഇതും നമ്മുടെ ഇങ്ങനെ ക്രിയേറ്റിന്റെ അളവ് നമ്മുടെ യൂറിയയിൽ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു മെറ്റീരിയലും കൂടിയാണ് സാധാരണഗതിയിൽ നമുക്ക് യൂറിയയിൽ കാണാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് എടുത്താൽ പ്രധാനമായും കാണുന്ന ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ആണ് പ്രധാനമായിട്ട് വരുന്ന ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ സോഡിയം ക്ലോറൈഡിന്റെയും പൊട്ടാസ്യം ക്ലോറൈഡിന്റെയൊക്കെ എമൗണ്ട് നമ്മുടെ ഒരു നോർമൽ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സോഡിയത്തിന്റെ അളവിലോ പൊട്ടാസ്യത്തിന്റെ അളവിലോ ഒക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷറിനെയൊക്കെ അത് എഫക്ട് ചെയ്യും. ബ്ലഡ് പ്രഷറിനെ എഫക്ട് ചെയ്യും, നമ്മുടെ അയോണിക് മെക്കാനിസത്തെ എഫക്ട് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എമൗണ്ട് ഓഫ് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെ അളവ് ബ്ലഡിൽ ഒരു കൃത്യമായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഹോർമോൺസിന്റെ എല്ലാം കൺട്രോളിലാണ്. ഇവിടെ നമ്മൾ യൂറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ യൂറിനിൽ കുറേയധികം കെമിക്കൽസ് ഉണ്ട്. അതിൽ നമ്മൾ യൂറിയയുടെ കണ്ടു, വാട്ടർ ഉണ്ട്, യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്, ദെൻ കംസ് ക്രിയേറ്റിൻ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ സോൾട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തുമാത്രം സോൾട്ട് നമ്മൾ കഴിക്കുന്നു എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ എന്തുമാത്രം വാട്ടർ റീറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നതുമായിട്ടൊക്കെ കുറേയധികം ബന്ധമുണ്ട്. ഇഫ് വി ആർ കൺസ്യൂമിങ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ, our body will be retaining more amount. If you are consuming more amount of salt, our body will be retaining more amount of water. കൂടുതൽ ഉപ്പ് കഴിച്ചാൽ കൂടുതൽ വെള്ളം നമ്മുടെ ശരീരത്തിൽ ബോഡി റീറ്റെയിൻ ചെയ്യും. നിങ്ങൾ ഈ ബ്ലഡ് പ്രഷർ ഉള്ള ആളുകളോടൊക്കെ ഡോക്ടർമാർ പറയും അധികം സോൾട്ട് കഴിക്കാൻ പാടില്ല എന്ന്. കാരണം സോൾട്ട് കൂടുതൽ കഴിക്കും തോറും ബോഡിയിലുള്ള ബ്ലഡിലുള്ള വെള്ളത്തിന്റെ എമൗണ്ട് കൂടും. കൂടുതൽ ബ്ലഡ് വോളിയം ഉണ്ടാവും. കൂടുതൽ ബ്ലഡ് വോളിയം ഉണ്ടാകുമ്പോൾ ബ്ലഡിന്റെ BP, ബ്ലഡിന്റെ പ്രഷർ വളരെയധികം കൂടും. അപ്പൊ ഈ രീതിയിലാണ് ബ്ലഡ് BP കൂടാനുള്ള കാരണം, ഇഫ് യു ആർ കൺസ്യൂമിങ് മോർ എമൗണ്ട് ഓഫ് സോൾട്ട്, അവർ ബോഡി വിൽ ബി കീപ്പിംഗ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ ആൻഡ് ദാറ്റ് വാട്ടർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് ദ ബ്ലഡ്, അല്ലെങ്കിൽ ഇൻക്രീസ് ദ ബ്ലഡ് പ്രഷർ. ഇതുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് സോൾട്ടിന്റെയോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെ അളവ് കുറയ്ക്കണം എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരു നോർമൽ വ്യക്തിക്ക് ഏകദേശം 8 gram സോൾട്ട് ഒരു ദിവസം കഴിക്കാം, വലിയ പ്രോബ്ലംസ് ഒന്നും കൂടാതെ തന്നെ. പക്ഷെ ബ്ലഡ് പ്രഷർ ഉള്ള ഒരു വ്യക്തിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഏകദേശം ഒരു 2 gram സോൾട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള വ്യക്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഉപ്പിന്റെ അംശം 1/4 മാത്രമേ പിന്നെ അതിന് പറ്റുള്ളൂ. കൂടുതൽ ഉപ്പ് കഴിക്കും തോറും കൂടുതൽ പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രഷർ ഉള്ള വ്യക്തികളെല്ലാം അധികം ഉപ്പ് കഴിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു കാരണം. ഇത്രയാണ് ഇതിന്റെ നോർമൽ കോമ്പോസിഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി കൂടാതെ നമുക്ക് വരുന്നത് അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഞാൻ എല്ലാം ഇന്ന് എടുക്കാനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല, എങ്കിലും ഒരെണ്ണം മാത്രം നമുക്ക് എടുക്കാം. അതായത് അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് എന്ന് പറയുന്നത്
എന്തിനാണ് നമ്മൾ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യൂൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, നോർമലി നമ്മുടെ ഒരു യൂറിനിൽ എന്തെല്ലാം കാണും എന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വാട്ടറും ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ക്രിയേറ്റിൻ ഉണ്ട്, ഇങ്ങനെയുള്ള യൂറിക് ആസിഡ് ഉണ്ട്. ഇത്രയാണ് നോർമലായിട്ട് കാണുന്നത്. പക്ഷെ ചില സിറ്റുവേഷനിൽ യൂറിനിൽ ഇത് കൂടാതെ വേറെ പല സബ്സ്റ്റൻസും കാണും. അങ്ങനെ ഒരു അബ്നോർമൽ സിറ്റുവേഷനിൽ യൂറിനിൽ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്നാണ് പറയുന്നത്. സോ ഇത് അതായത് എന്തെങ്കിലും ഒരു ഡിസീസോ അല്ലെങ്കിൽ ഒരു ബോഡി ഡിസോർഡർ ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ യൂറിനിൽ ഫോം ചെയ്യുന്ന കെമിക്കൽസ് ആണ്, വരുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ അബ്നോർമൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഇതിൽ വരുന്നതിൽ ഏറ്റവും പ്രധാനം പ്രോട്ടീൻ ആണ്. ഒരു നോർമൽ കണ്ടീഷനിൽ എ പേഴ്സൺ വിൽ ബി എക്സ്ക്രീറ്റിംഗ് 20 to 80 milligram ഓഫ് പ്രോട്ടീൻ. പക്ഷെ ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷനിൽ ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ വിൽ ബി ഇൻക്രീസ്ഡ് ഫ്രം 20 to 80 milligram ടു മോർ ദാൻ 80 milligram. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീനൂറിയ എന്നാണ് പറയുന്നത്. സോ ഇഫ് ദ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ ഈസ് മോർ, such a situation is known by the name proteinuria എന്നാണ് പറയുന്നത്. So the person will be having more amount of protein. So increased protein, the presence of increased protein in the blood is known by the name proteinuria. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ആൽബുമിൻ ആസ് വെൽ ആസ് ഗ്ലോബുലിൻ ആണ്. രണ്ട് പ്രോട്ടീൻസ് ആണ് പ്രധാനമായും വരുന്നത്, മറ്റുള്ള പ്രോട്ടീൻസ് ഒന്നും വരുന്നില്ല. കൂടുതലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നത് ചില ഡിസീസിലാണ്. ഒന്ന് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് എന്ന് പറയാൻ നെഫ്രോണിന്റെ ഒരു ഇൻഫ്ലമേഷൻ, അതിനാണ് നെഫ്രൈറ്റിസ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യപ്പെടുന്നത്. വേറൊന്നാണ് നെഫ്രോസിസ്. ഇതും ഒരു തരം നെഫ്രോണിനെ തന്നെ എഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. പിന്നെ ലൂക്കീമിയ എന്നാണ്, ലുക്കോമിയ എന്നാണ് എഴുതിയത്, ലൂക്കീമിയ എന്നാണ്. ആൻഡ് ഈ ലൂക്കീമിയ ഒരു തരം WBCനെ എഫക്ട് ചെയ്യുന്ന നമ്മൾ നോർമലി ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. അപ്പൊ ലൂക്കീമിയയിലെ കേസിലും ആ വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോ നെഫ്രൈറ്റിസ്, നെഫ്രോസിസ് ആൻഡ് ലൂക്കീമിയ, ഇങ്ങനെയുള്ള 3 സാഹചര്യങ്ങളിലാണ് ഈ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ബ്ലഡിൽ കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ദ നെയിം proteinuria. That is, the person is secreting more amount of protein in his urine. Normally up to 80 milligram ആണ് പ്രോട്ടീൻ അലൗഡ് ആവുന്നത്. ആ 80 milligram കൂടുതലായിട്ട് പ്രോട്ടീൻ ബ്ലഡിൽ യൂറിനിൽ വരികയാണെങ്കിൽ such a situation is known by the name proteinuria എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടി എടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. That is the glucose. Glucose നമുക്കറിയാം, when the amount of glucose is increased in urine, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഗ്ലൂക്കോസ് യൂറിയ എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ് യൂറിയ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഗ്ലൂക്കോസ് യൂറിയ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു ഡിസീസിൽ നമ്മുടെ ബോഡിയിലെ ഇൻസുലിന്റെ അളവ് കുറവായിരിക്കും. ഇൻസുലിന്റെ അളവ് കുറവായതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അത്തരം സിറ്റുവേഷനിൽ the person will be secreting more amount of glucose in his urine, and that situation is known by the name diabetes mellitus. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ യൂറിനിൽ ഗ്ലൂക്കോസ് വന്നോ, the presence of glucose in the urine is always known by the name glucosuria. Glucosuria എന്ന വാക്കാണ്. ഗ്ലൂക്കോസ് ബ്ലഡിൽ യൂറിനിൽ വന്നാൽ we call it by the name glucosuria. ഈ ഗ്ലൂക്കോസ്യൂറിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്. One is known as temporary glucosuria. Second is the diabetic glucosuria. ഇപ്പൊ ഡയബറ്റിക് ഗ്ലൂക്കോസ്യൂറിയ എന്ന് പറയുന്നത് ഒരു ഡിസീസ് സിറ്റുവേഷൻ ആണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഡയബറ്റിസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ യൂറിനിൽ കൂടുതലായിട്ട് എപ്പോഴും ഗ്ലൂക്കോസ് ഉണ്ടാവും. വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, ടെമ്പററി ഗ്ലൂക്കോസ്യൂറിയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഗ്ലൂക്കോസ് കഴിക്കുക, മധുരമടങ്ങിയ ഹെവി ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ് വരിക, അതുപോലെ മെന്റൽ എക്സൈറ്റ്മെന്റ്, അത് അധികമായ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ചിലവർക്ക് വരാറുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ വരുമ്പോഴൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രം ഒരു ഗ്ലൂക്കോസ് യൂറിയ വരും. അത് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും.
അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ടെമ്പററി ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറയുന്നത്. So glucose urea എടുത്താൽ there are two types. One is temporary glucose urea and second one is the is known by the name diabetic glucose urea. Diabetic glucose urea is primarily caused by diabetes mellitus എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് ഡയബറ്റിക് ഗ്ലൂക്കോസ് യൂറിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കുറച്ച് പോർഷൻ ഉണ്ട്, നമുക്ക് അടുത്തൊരു ക്ലാസ്സിലേക്ക് എടുക്കാം.